ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് വരുന്നതിൻ്റെ ഒരു പ്രൊമോ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അതിനുശേഷം പ്രേക്ഷകർക്കിടയിൽ പല പല പേരുകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ചലഞ്ചേഴ്സിൻ്റെ പേരുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെനിക്ക് വ്യക്തിപരമായി ഇവർ വന്നാൽ കൊള്ളാം എന്ന് തോന്നിയ ചില കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 1-ലെ വിന്നറായ നമ്മുടെ സാബുമോൻ വന്നിട്ടുണ്ടെങ്കിൽ ഗെയിം ഒരു ഒന്നൊന്നര ഗെയിം ആവാൻ സാധ്യതയുണ്ട്. വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. കാരണം അത്രയധികം കാലിബറുള്ള അല്ലെങ്കിൽ മികവുറ്റ ഒരു മത്സരാർത്ഥി തന്നെയാണ് സാബുമോൻ വന്നാൽ നല്ലൊരു മാറ്റം തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ വന്നാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ എനിക്ക് മികവുറ്റ അല്ലെങ്കിൽ ഗെയിമിൽ വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ ലക്ഷ്മിപ്രിയയ്ക്ക് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ലക്ഷ്മിപ്രിയ വന്നാൽ വളരെയധികം കൊള്ളാം എന്നും തോന്നുന്നുണ്ട്. അടുത്തൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ശോഭ വിശ്വനാഥ് ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളായി പല കോൺട്രവേഴ്സികളിലും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ കയറുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്നാണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ. അദ്ദേഹം വന്നാൽ വലിയൊരു മാറ്റം, നല്ലൊരു മാറ്റം തന്നെ. ഗെയിമുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ നിറഞ്ഞുകൊണ്ട് ഗെയിം മാറാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം അത്രയധികം നിലപാടുകൾ കൊണ്ടായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും മികവുറ്റ നല്ല നിലയിലുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ രജിത് സാർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആ ഒരു സീസണിൽ നമ്മുടെ ഡോക്ടർ രജിത് കുമാർ. അദ്ദേഹം വന്നാലും നല്ലൊരു മാറ്റം തീർച്ചയായും വിശ്വസിക്കാം. നമുക്ക് നല്ലൊരു മാറ്റത്തിന് തന്നെ തുടക്കമാവും എന്നുള്ളത്. മറ്റൊന്നാണ് ഡോക്ടർ റോബിൻ കഴിഞ്ഞ സീസണിലും ഈ ഒരു BB ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തെ ബിഗ് ബോസ് പുറത്താക്കിയ ആ ഒരു കോൺട്രവേഴ്സികളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം വന്നാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ TRPയിലൊക്കെ വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് അഖിൽ മാരാർ ഇപ്പോൾ തന്നെ ഏകദേശം പുറത്ത് വലിയൊരു കോൺട്രവേഴ്സികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ 5-ൻ്റെ ടൈറ്റിൽ വിന്നറാണ്. നമ്മൾ ആ ഒരു സീസണിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന ഒരു പേര്. ടാസ്കുകളിലായിക്കോട്ടെ നിലപാടുകളിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും മുൻപന്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഖിൽ മാരാരാണ് എന്നുള്ളത്. അഖിൽ മാരാർ വരികയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു മാറ്റം തന്നെ, നല്ലൊരു ഗെയിം ചേഞ്ചിങ് അവിടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. അടുത്തൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ രഞ്ജിനി ഹരിദാസ്. നിങ്ങൾക്കറിയാമല്ലോ, എന്ത് കാര്യമായിക്കോട്ടെ മുഖത്ത് നോക്കി സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അവരുടെ ആ ഒരു സീസണിൽ. അതുകൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസ് വന്നാലും ഗെയിമിൽ നല്ലൊരു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരു വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നേരിടാം എന്നുള്ള ഒരു ഗഡ്സോടുകൂടി രഞ്ജിനി വന്നാലും നല്ലൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് പോളി ഫിറോസ്, നമ്മുടെ DFK. അദ്ദേഹവും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വന്ന് നല്ലൊരു മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ചലഞ്ചറായിട്ട് വന്ന് പല കണ്ടസ്റ്റൻസിൻ്റെയും മുഖംമൂടി വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിച്ച് പേസ്റ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു DFK പോളി ഫിറോസ്. അദ്ദേഹത്തിൻ്റെ സീസണിലും അദ്ദേഹം മികവുറ്റ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹം വന്നാലും നല്ലൊരു മാറ്റം തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട് ദിൽഷ വന്നാൽ കൊള്ളാം എന്നുള്ളത്. പക്ഷെ ദിൽഷ വന്നാലൊക്കെ ഗെയിമിൽ അത്രയധികം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് റിയാസ് സലീം വന്നാലും ഇത്തരത്തിൽ നല്ലൊരു മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. കാരണം റിയാസ് സലീമിന് ഒരാളോട് പറഞ്ഞ് വാദിച്ച് ജയിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ റിയാസ് സലീം വന്നാലും ഗെയിമിൽ നല്ലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയ എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ്. സോ പ്രേക്ഷകർക്ക് ആരൊക്കെ വരാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ആരൊക്കെ ചലഞ്ചേഴ്സായി വരും എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ആ പേരുകളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.